എല്ലാവർക്കും നമസ്കാരം. ഇതൊരു പുതിയ ചാനലാണ്. ഈ ചാനലിൽ ഞാനൊരു ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും ബുക്ക് വായന തുടങ്ങിയത് തന്നെ ഈ ഒരു 2 വർഷത്തിൻ്റെ ഇടയ്ക്കായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ വായിച്ചു തീർത്ത ബുക്കാണ് ലാൽ ബുക്സിൻ്റെ മുറിവുകളും ഓർമ്മകളും, ടോൾസ്റ്റോയുടെ ഓർമ്മക്കുറിപ്പുകൾ, സോഫിയ ടോൾസ്റ്റോയ്. ഭാഷാന്തരം വേണു പി ദേശം. ഇതാണ് ആ ബുക്ക്. ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ, ലോകം കണ്ട ഒരു വലിയൊരു എഴുത്തുകാരനാണ് ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയുടെ ബുക്കുകൾ നാം ഒരു പക്ഷേ വായിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ റഷ്യൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് വായിച്ചവർക്കറിയാം ആ എഴുത്തിൻ്റെ വലിയ ഒരു സ്വാധീനം. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ബുക്കുകൾ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കുകളും അനവധി കയ്യെഴുത്ത് പ്രതിയാക്കി എഴുതിയതും അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ തെറ്റ് തിരുത്തിയതും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സോഫിയ ടോൾസ്റ്റോയാണ്. ആ സോഫിയ ടോൾസ്റ്റോയുടെ ബുക്കാണ് മുറിവുകളും ഓർമ്മകളും. ഇത് തർജ്ജമയാണ്. തർജ്ജമ ചെയ്തേക്കുന്നത് ഞാൻ ഒന്നും കൂടെ പറയാം. ഭാഷാന്തരം വേണു പി ദേശം. ഒരു മഹാനായ എഴുത്തുകാരൻ്റെ ഭാര്യ അനുഭവിച്ച യാതനകൾ ആ ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ബുക്കിൽ ഇങ്ങനെയാണ് പറയുന്നത്. വിശ്വസാഹിത്യനായ ടോൾസ്റ്റോയുടെ പത്നി സോഫിയ ടോൾസ്റ്റോയ് എഴുതിയ ദീർഘമായ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഈ പുസ്തകം. മലയാളത്തിൽ ആദ്യമായിട്ടാണ് സോഫിയ ടോൾസ്റ്റോയുടെ കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനം പോലുള്ള വലിയ നോവലുകൾ പലതും പകർത്തി എഴുതിയ ടോൾസ്റ്റോയുടെ 14 കുട്ടികളുടെ മാതാവായ സോഫിയ അവസാനം തള്ളിപ്പറഞ്ഞ് ബുദ്ധനെ പോലെ മഹാനെന്ന് താൻ വർത്തിത്തീർക്കുവാൻ 82-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ടോൾസ്റ്റോയുടെ അൾസ്റ്റാവ എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് അനാഥനെപ്പോലെ മരിക്കുകയുണ്ടായത്. പക്ഷേ ഈ മരണത്തിൻ്റെ പഴി മുഴുവനും പതിവ്രതയായ സോഫിയയുടെ ചുമലിൽ വന്നു വീണു. ടോൾസ്റ്റോയുടെ മരണമറിഞ്ഞു വന്ന സോഫിയയ്ക്ക് ഭർത്താവിൻ്റെ മുഖം കാണുവാനുള്ള അനുവാദം ശിഷ്യന്മാർക്ക് കൊടുത്തില്ല. ആ വയോധികയുടെ ദുഃഖകരമായ ഓർമ്മക്കുറിപ്പുകളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഈ ഒരു ബുക്ക് വായിച്ചിരിക്കുകയാണ്. കാരണം ഒരു ഭാര്യ എന്തുമാത്രം പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ്റെ നിന്ന് അനുഭവിച്ചു എന്ന യാതനകളും വേദനകളും. കാരണം ഒരു എഴുത്തുകാരനെന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നവർക്കും ഒക്കെ ഒരു ചിന്തയുണ്ടാവും, നല്ല മഹാനാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്തുപോലെ ജീവിതം സുന്ദരമാകും എന്ന് നമുക്ക് ഒരു ധാരണയുണ്ട്. പക്ഷേ ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ ധാരണ തിരുത്തേണ്ടതായി വരും. കാരണം ഒരു പെണ്ണിന് എത്രമാത്രം, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് എത്രമാത്രം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് ഈ ബുക്ക് വായിച്ചാൽ അറിയാൻ പറ്റും. കാരണം ടോൾസ്റ്റോയുടെ ഒരുമാതിരി ബുക്കുകളെല്ലാം എന്താ പറയുക, പണ്ട് കാലത്ത് അച്ചടി പ്രിൻറ്റിങ് ഇല്ലാത്ത സമയത്ത് കയ്യെഴുത്ത് മുഖേനയാണ് പകർത്തി എഴുതിക്കൊണ്ടിരുന്ന വെച്ചാൽ. ഒരു വ്യഭിചാരിയായ ഒരു എഴുത്തുകാരനാണ് ഈ ടോൾസ്റ്റോയ്. കാരണം അനവധി സ്ത്രീകളായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതൊക്കെല്ലാം സഹിച്ചു പുറത്തു മരണാവസാനം വരെയും കൂടെ നിന്നു ഭാര്യ എന്ന നിലയിൽ. കാരണം ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ, ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രചോദനമായത് നല്ലൊരു ഭാര്യയായിരിക്കും. ആ മനുഷ്യൻ അത്ര നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് ഈ ടോൾസ്റ്റോയ് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഒരു കാരണമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ജീവിതത്തിന് അവസാനം ഈ ഭാര്യയ്ക്ക് പഴി കേൾക്കേണ്ടതായി വന്നു. അതിൻ്റെയും കൂടെ ഒരു ഓർമ്മക്കുറിപ്പാണിത്.
എത്ര വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമാണ് അവർ എന്താ പറയുക അവരുടെ ജീവിതത്തിൽ നടന്നേക്കുന്നത്. ഇതെല്ലാവരും വായിക്കണം. ഓക്കെ.